നവമാധ്യമങ്ങളിലൂടെ വരുന്ന വിമർശനങ്ങളാണ്. അതായത് മേയർക്കും ഡെപ്യൂട്ടി മേയർക്കൊന്നും കാര്യമായി ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കാൻ സംവിധാനങ്ങളില്ല, അവർ അവരുടേതായ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോവുകയാണെന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ CPM സൈബർ സഖാക്കളാണ് അത്തരത്തിൽ കൂടുതലായിട്ട് വരുന്നത്. CPM ഇപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ. ഇപ്പോൾ അസംബ്ലി ഇലക്ഷൻ്റെ റിസൾട്ട് കൂടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം കിട്ടും. അപ്പോൾ പിന്നെ അവർക്ക് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടുതൽ സമയമുണ്ട്. അപ്പോൾ അതൊക്കെ അവർ ഭംഗിയായിട്ട് ചെയ്തോട്ടെ, അവരുടെ വഴിക്ക് ചെയ്തോട്ടെ. അപ്പോൾ പിന്നെ ഞങ്ങൾ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. CPMൻ്റെ മുതിർന്ന സഖാക്കന്മാർക്കോ എനിക്കോടിപ്പോൾ അവിടെ ഞാൻ പേര് പറയുന്നില്ല, ഏറ്റവും മുതിർന്ന സഖാക്കന്മാർക്ക് ഉൾപ്പെടെ ഇപ്പോൾ ഒരുപാട് സമയമുണ്ട്, ഇതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വിമർശനങ്ങളൊക്കെ ഞങ്ങളതൊക്കെ തന്നെ ആസ്വദിക്കുകയാണ്, അവരുടെ വിമർശനങ്ങളൊക്കെ തന്നെ. മറ്റൊന്ന്, ഞങ്ങളിപ്പോൾ എല്ലാ വാർഡിനും 1 ലക്ഷം രൂപ വെച്ചിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ വാർഡിനും, അതായത് അത് മുൻപും ചെയ്തിരുന്ന കാര്യം തന്നെയാണ്, ആദ്യമായിട്ട് ചെയ്യുന്നതല്ല അത് എല്ലാ വാർഡിനും അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് കൂടിയ കൗൺസിൽ യോഗം തന്നെ അത് പാസ്സാക്കി അനുവദിച്ച് എല്ലാ വാർഡിലേക്ക് അക്കൗണ്ടിൽ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ചില വാർഡുകൾ കൂടി ഈ ദിവസങ്ങളിൽ പൂർത്തിയാവും. അതിന് പുറമെയാണ് കോർപ്പറേഷൻ നേരിട്ട് ഈ മൈനർ ഇറിഗേഷൻ്റെയും മേജർ ഇറിഗേഷൻ്റെയും PWD NHAയുടെയും KRFBയുടെയും ഒക്കെ ഉത്തരവാദിത്വത്തിലുള്ള സ്ഥലം കൂടി വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ അവർ തന്നെ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹാൻഡെക്സിൻ്റെ പുറകിലുള്ള സ്ഥലമുണ്ട്. ഇന്നലെ തമ്പാനൂർ കൗൺസിലർ ഇന്നലെ ഉണ്ട്. ഇപ്പോൾ ഫോർട്ട് കൗൺസിലറുണ്ട്, ചാല കൗൺസിലറുണ്ട്. ഇവരൊക്കെ ഇരുന്നപ്പോൾ ഇന്നലെ തമ്പാനൂർ കൗൺസിലർ പറഞ്ഞത് ആ പനവിള ബേക്കറി ജംഗ്ഷൻ, അതോടൊപ്പം തന്നെ ഹാൻഡെക്സിൻ്റെ അവിടം, രാജാജി നഗർ, ഈ ഭാഗങ്ങളിൽ വെള്ളം പൊങ്ങും. അവിടെ PWD മൈനർ ഇറിഗേഷൻ മേജർ ഇറിഗേഷൻ ഒക്കെ ചെയ്യേണ്ടത്. പക്ഷേ അവിടുത്തെ ഏകദേശം ഒരു 100 ലോഡല്ലേ ഇന്നലെ, ഒരു 100 ലോഡ് മണ്ണ് മാറ്റേണ്ടതായിട്ടുണ്ട്. അത് ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഇനി ഞങ്ങളിന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അത് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സമയം, ഒരു 10-18 മണിക്കൂർ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പോകാനും. ഇന്നലെ രാത്രി 11 മണി വരെ ഇതിൻ്റെ വിവിധ മീറ്റിംഗ് ആയിരുന്നു. രാവിലെ 6:30-7 മണിക്ക് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. അപ്പോൾ CPM സഖാക്കൾക്ക് ഇങ്ങനെ ഇറങ്ങേണ്ട ആവശ്യമില്ല. അവർക്ക് ഭക്ഷണമൊക്കെ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടാൽ മതി. അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ സമയം കിട്ടും. 2020 കഴിയുമ്പോൾ പൂർണ്ണ സമയം കിട്ടും. എല്ലാ നേതാക്കന്മാർക്കും സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടാനുള്ള സമയം കിട്ടും. അതിന് എല്ലാവിധ ആശംസകളും.